തീ പിടിച്ചോറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഈശോ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് മുഴുവൻ ഭക്ഷണത്തിനും രുചി പകരുന്നതാണ്. ഉപ്പായി തീരേണ്ടവരാണ് ഓരോ ക്രൈസ്തവനും. ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ജീവിതം മുഴുവൻ അനേകർക്ക് അനുഗ്രഹമായി തീരുന്ന, അനേകരുടെ വീണ്ടെടുപ്പിനു വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ചില മനുഷ്യരെയാണ് തീപിടിച്ചവരെന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ചയിൽ നമ്മൾ കാണുന്നത്, നമ്മൾ പരിചയപ്പെടുന്നത്, ഒരു ലാലിച്ചൻ മാനസിക രോഗികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്ത് അവർക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച്, എന്തിനധികം സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയുടെ മാനസിക രോഗത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാനായി, ഭാര്യ മാനസിക രോഗിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ സകലവിധമായ കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ച് ഒരിക്കൽ പോലും അവരെ മാറ്റി നിർത്താതെ, തള്ളിക്കളയാതെ, ഉപേക്ഷിച്ച് കളയാതെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നും മുൻപോട്ട് പോവുകയും, ഒപ്പം ആയിരക്കണക്കിന് ഇതുപോലെയുള്ളവരെ ചേർത്ത് പിടിച്ച് അവർക്ക് പൊതുജീവിതം കൊടുക്കുവാനായിട്ട് തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ലാലിച്ചൻ സഹോദരനെ നമുക്ക് പരിചയപ്പെടാം. ബ്രദറെ, സ്വാഗതം. സംശയിക്കട്ടെ. ചെങ്കൽ നസ്രത്ത് ആശ്രമത്തിലാണ് അങ്ങയുടെ ശുശ്രൂഷകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ശുശ്രൂഷാ ജീവിതത്തിലേക്ക്, അതായത് മാനസിക രോഗികളെ പരിചരിക്കുകയും ഒപ്പം അങ്ങനെയുള്ളവരോട് സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഈ ഒരു ജീവിത രീതി, അത് രൂപപ്പെടാനുള്ള കാരണം എങ്ങനെയായിരുന്നു? അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം എന്ന് പറയുന്നത് എൻ്റെ ജീവിത പങ്കാളിലൂടെയാണ്. ഞാൻ വിവാഹം കഴിച്ചത് എൻ്റെ പണ്ടമ്പതാല് കുമ്പക്കൽ കുടുംബാംഗത്തിൻ്റെ മൂത്തവങ്ങള അൻസി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അവരുടെ കുടുംബത്തിൽ അവരുടെ 3 പേർക്കും മാനസിക അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കല്യാണം കഴിക്കുവാനായിട്ട് ഇവിടെ ആഗ്രഹിച്ചു. പക്ഷേ ഒരു ഓമക്കത്ത് എനിക്ക് കിട്ടിയായിരുന്നു, ഈ കൊച്ചിനെ കല്യാണം കഴിക്കരുത് എന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ അച്ചാച്ചനോട് പറഞ്ഞു. അപ്പോൾ നിനക്ക് 5 പെങ്ങന്മാരാണ് ഉള്ളത്. ഈ 5 പെങ്ങന്മാരിലേക്ക് ആർക്കെങ്കിലും കല്യാണ ആലോചന വരുമ്പോൾ ആർക്കെങ്കിലും ഒരു ഓമക്കത്ത് അയച്ചുകൂടെ? അതുകൊണ്ട് ഞാൻ അതെക്കുറിച്ച് സാരമൊന്നും പ്രശ്നമാക്കണ്ട. അതുകൊണ്ട് കൂടുതലൊന്നും അന്വേഷിക്കാനൊന്നും പോയില്ല. അപ്പൻ്റെ വാക്കുകൾക്ക് ഞാൻ എപ്പോഴും വില കൊടുത്തിരുന്നു. കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് ഞാൻ ഒക്കയ്ക്ക് വായ്പടത്തേക്കാണ്. എൻ്റെ അളിയൻ, എൻ്റെ 2ാമത്തെ പെങ്ങളെ കെട്ടിയവൻ, പുള്ളിക്ക് ആപ്പാടെ അസ്വസ്ഥതയായി. പുള്ളി പറഞ്ഞു വേണ്ട. കാരണം പുള്ളി ഈ കൊച്ചിനെ കണ്ടേച്ച് വന്നിട്ടാണ് എൻ്റെ പെങ്ങളെ കല്യാണം കാണുന്നതും കല്യാണം ഉറപ്പിക്കുന്നതെല്ലാം. അവർ പറഞ്ഞു. ഞാൻ കല്യാണം നിന്ന് ഒക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ കയറി ചെന്നപ്പോൾ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അവർക്ക് കൂട്ടത്തിൽ വന്നവർക്കെല്ലാം, എൻ്റെ പെങ്ങന്മാർക്കായാലും അപ്പൻ്റെ കൂട്ടത്തിൽ വന്നവരും അമ്മയുടെ കൂട്ടത്തിൽ വന്നവരായാലും അതൊക്കെ വലിയ അസ്വസ്ഥതകളുണ്ടായി. എല്ലാവരും എന്നോട് വഴക്ക് പറഞ്ഞെങ്കിലും ഒന്നും നമ്മൾ കാര്യമാക്കിയില്ല. എന്നെ കല്യാണം കെട്ടിക്കുന്ന തോമസ് പുത്തമ്പരയച്ചനാണ്. കല്യാണത്തിന് വേണ്ടി പള്ളി വന്ന് കെട്ടിക്കാണ്ട് അച്ഛൻ തന്നെ 3 പ്രാവശ്യം തിരി കത്തിച്ച് 3 പ്രാവശ്യം കെട്ടുപോയി. ഈ തിരി നിൽക്കുന്നില്ല. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി വെച്ച് പിന്നെ പപ്പിയാൻ്റെ കുറച്ച് തിരി കത്തിച്ച് നിന്നു. 3ാം പൊക്കം ഞാനിത് അറിയുന്നു, ഇങ്ങനൊരു രോഗിയാണ് എന്നുള്ളൊരു അവസ്ഥ. കല്യാണം കഴിഞ്ഞ് 3ാമത്തെ ദിവസമാണ് മനസ്സിലാകുന്നത് ശരിക്കും ഇങ്ങനെ രോഗമുണ്ടെന്നുള്ള അവസ്ഥ മനസ്സിലാകുന്നത്. ഞാൻ എൻ്റെ ചാച്ചനോട്, അതായത് ഭാര്യയുടെ അപ്പനോടൊന്ന് ചോദിച്ചു, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ? സ്നേഹത്തോട് ഞാൻ ചോദിച്ചാൽ പുള്ളി എന്നോടടുത്ത വയല് പറഞ്ഞു, കല്യാണം കഴിഞ്ഞു, അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ അപ്പം പ്രതികരിച്ചത്. അപ്പം പ്രതികരിച്ചത്. അപ്പം ഞാനൊന്നും ഇച്ചിരി ഞാൻ വെളി ഇറങ്ങിപ്പോയി, ശാലം മദ്യപിച്ച് പറഞ്ഞു തിരിച്ച് പോന്നിട്ട് ഞാൻ പിന്നെ നേരെ വന്നത് വികാരിച്ചൻ്റെ അടുത്താണ് വന്നത്. വികാരിച്ചനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. വികാരിച്ചനോട് പറഞ്ഞു, അങ്ങനെ 3 ദിവസമല്ലേ ആയുള്ളൂ, ഇതിനെ നമുക്ക് ഇപ്പോൾ നിയമവശമായിട്ട് രോഗിയായതുകൊണ്ട് ഉപേക്ഷിക്കാനുള്ള ഉപേക്ഷപത്രം നമുക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും മാനസിക രോഗിയാണെങ്കിൽ ഉപേക്ഷിക്കാനുള്ള ആ ഒരു ഉണ്ട്. അപ്പോൾ അനുകൂലമായ സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അച്ഛൻ തന്നെ പേപ്പറെല്ലാം വെച്ച് എല്ലാം മേടിച്ചെല്ലാം എഴുതി വെച്ചു. ചോദിച്ചെല്ലാം ഞാനങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എടാ ഈ പച്ചനെ നീ ഉപേക്ഷിച്ചാലും, അന്ന് ഞാൻ ധ്യാനമൊന്നും കൂടിയിട്ടൊന്നുമില്ല, ഇതിനെ ഉപേക്ഷിച്ചാൽ ഇത് വീട്ടിൽ പോയി നിൽക്കുകയുള്ളൂ. ഒരു വിഷയം, നിനക്ക് വേറൊന്നിനെ കല്യാണം കഴിക്കാം, ഇതിൻ്റെ ജീവിതകാലം വഴി ഇത് വീട്ടിൽ നിന്ന് ആരും കെട്ടിക്കൊണ്ട് പോകത്തുള്ളൂ. ഇതിൻ്റെ ഒരു വേദനയും പ്രയാസവും ഒക്കെ ഉണ്ടാകും.
അതുകൊണ്ട് ഉള്ളത് കിട്ടിയത് കൊണ്ട് ഇങ്ങനെ അച്ഛൻ ചോദിച്ചു, കിട്ടിയത് കൊണ്ട് സന്തോഷിച്ച് പോയാൽ പോരെ മോനെ. ഞാൻ അച്ഛൻ എങ്ങനെയാണോ പറയുന്നത്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു നീ ഒരു ചാനൽ കൂടെ പോയിക്കൂടും. ഞാൻ പറഞ്ഞു ഞാൻ ചാനൽ പോകാമെന്ന് പറഞ്ഞു. അച്ഛൻ പോകാൻ എൻ്റെ പൈസ ഒന്നും ഇല്ലെന്ന് പറയും. അച്ഛൻ പൈസ ഞാൻ പൈസ തന്നേക്കാം, ചാനലിനകത്ത് വഴി പൈസ തന്നേക്കാമെന്ന് പറയും. ഞാൻ നേരിച്ച് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പം ഇതൊക്കെ എല്ലാം ഒരു ദൈവസ്വരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു സാരമില്ലടാന്ന് പറഞ്ഞു. ഒന്ന് അച്ഛൻ്റെ നാവിൽ നിന്ന് വന്ന ദൈവസ്വരവും വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ ദൈവസ്വരവും അതിൻ്റെ ഉള്ളിൽ വലിയ സാരമില്ലടാ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിക്കോളാം. അതായത് ബ്രദറിന്റെ എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞത് സാരമില്ലെന്ന് പറഞ്ഞു. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. വേറെ നോക്കണ്ട, സാരമില്ലാന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വിലവായി, ശക്തിയായി, എനിക്ക് മനസ്സിനൊരു വിലപ്പെട്ടു. ധ്യാനൊന്നും കൂടി. പക്ഷെ എന്നാലും ധ്യാനത്തിൽ പറ്റോ അച്ഛൻ പറഞ്ഞ പോലെ ധ്യാനത്തിൽ പോയി, ഡിവൈനിൽ പോയി ധ്യാനം കൂടി ഒരാഴ്ച കൂടി. വലിയ ദൈവാനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്കൊന്നും ഉണ്ടായില്ല. തീർച്ചയായും വീട്ടിൽ വന്നു. പക്ഷേ അത് പറ്റിയതിൻ്റെ ആ കാഴ്ചയിൽ തന്നെ മഞ്ഞാക്കരത്തിൻ്റെ ധ്യാനം കൺവെൻഷൻ പൊടിമറ്റ ആനത്താനം ജോസ് ചേട്ടനും ടീമംഗങ്ങളെല്ലാം കൂടെ ഒരു കൺവെൻഷൻ അവിടെ നടത്തുന്നു. പൊടിമറ്റത്ത് ജോസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറയാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പോൾ ഞാൻ വീട്ടിൽ പോകും. ഞാൻ ഇവിളെയും കൊണ്ട് പോകാമെന്ന്. അപ്പോൾ ഇവിടെ എൻ്റെ ഉദ്ദേശം മുഴുവൻ ഞാൻ വിളിച്ചിരിക്കുന്നത് ഞാനല്ല മാറേണ്ടത്, ഇവിളാണ് മാറേണ്ടത്. ഇവിടെ നന്നാക്കാൻ വേണ്ടിയാണ് ഞാൻ കൺവെൻഷന് പോയി പങ്കെടുക്കുന്നത്. അന്നത് 5 ദിവസത്തെ കൺവെൻഷൻ. അപ്പോൾ ഞാൻ ഈ കൺവെൻഷന് പോയി ഇവിടെ ഓരോ ദിവസവും ഞാനിങ്ങനെ നോക്കും നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നു. വ്യാഴാഴ്ച ബുധനാഴ്ച പോയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എപ്പോഴും എന്നോട് പറഞ്ഞു പട്ടിയുടെ പാല് അദ്ദേഹം കൊണ്ടിട്ട് അത് ഊരി കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തമാശരി വരും. ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു വളർന്നു. ഞായറാഴ്ചയായിട്ടും എനിക്കൊരു ഇവിളിൽ മാറ്റമില്ല, എന്നിലൊരു മാറ്റമില്ല. ഞാനൊരു ചോദിച്ചു വ്യാഴാഴ്ചയായപ്പോൾ പിറ്റേ വെള്ളിയാഴ്ച കഴിയും. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ബ്രെഡ് കൊടുക്കാണ്ടെല്ലാം പോയപ്പോൾ ഞാൻ ബ്രെഡ് എടുത്ത് കൈ പിടിച്ചു. ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തീരുമാനം കൊടുത്തു. തീരുമാനം വെച്ചാൽ ഒരു പേരിന് വന്നു. ഈ നിമിഷം നീ വെള്ളിയാഴ്ച 3:30 ആരാധനയാണ്. ഒരു 5 മണിയോടുകൂടി ആരാധന കഴിഞ്ഞ് ധ്യാനം കഴിയും. ജലപാനങ്ങളില്ലാതെ നിൽക്കുക. ഒന്നെങ്കിൽ ദൈവാനുഭവം വേണം, ഒന്നെങ്കിൽ കർത്താവിൻ്റെ വഴിക്ക് അല്ലെങ്കിൽ പഴയ വഴിക്ക് തീരുമാനിച്ചു ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തീരുമാനമെടുത്ത് വീട്ടിൽ വന്ന് ഭക്ഷണം വീട്ടിൽ വന്ന് കഴിക്കാതെ ടോസ്റ്റ് രാവിലെ ഒന്നും കഴിച്ചില്ല. 3 മണി വരെ എനിക്ക് 2:45 വരെ ഒരു അനുഭവമില്ല, ഒരു ദൈവാനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്കില്ല. ഞാനങ്ങോട്ട് പോയി വീണ്ടും പഴയ സ്ഥാനത്ത് പള്ളിയുടെ നടയിൽ പോയി അവിടെ ഇരുന്ന് കേൾക്കാം, ആരാധന കൂടാം എന്നുള്ള കണക്കൂട്ട് അവിടെ പോയിരുന്നു. അവിടെ പോയി ഇരുന്ന് ഇവിടുന്ന് എണ്ണിക്ക എന്നും പറഞ്ഞ് എൻ്റെ മനസ്സ് പറയുന്നു. എന്നെ ആരോ തള്ളു, എന്നെ പിടിച്ചേൽപ്പിച്ചവിടുന്നു. ഇപ്പം മിന്നൊരു കസാര കിടപ്പുണ്ട്. എന്നെ ആരോണ്ടോ തള്ളിക്കൊണ്ട് പോകുന്നതല്ല എനിക്ക് തോന്നി. തള്ളിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. മുന്നോട്ട് എല്ലാം തന്നെ നോക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ചെന്നപ്പം ഒരു കുരിശ രൂപമുണ്ട് അവിടെ. അതിന് മുന്നേ ഒറ്റ കസാര കിടപ്പുണ്ട്. അപ്പോൾ ചേട്ടൻ എന്നെ കൈകാട്ടി ചോദിച്ചു, ബാമാൻ എവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് ആ കസാര ഇരുന്നത് ചോദിച്ചു, ഈ കസാര രാവിലെ തൊട്ട് ഈ കസാര ആരും ഇരുന്നു പറഞ്ഞു. അവിടെ ഇരുന്നു. ഞാൻ ഈശോയെ നോക്കി ഞാനിങ്ങനെ ഇരുന്നു. പരിശുദ്ധ കുർബാന എഴുന്നേറ്റ് അവിടെ വെച്ചു. ആരാധന ആരംഭിച്ചു. ഞാൻ ദിവ്യഗാനത്തേക്ക് നോക്കാം, ഞാൻ ഈ കുരിശിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഉള്ളി പറഞ്ഞു, കർത്താവ് എന്നെ കയ്യെ പിടിച്ച് ഞാൻ നിൻ്റെ കൂടെ വരാം, എനിക്ക് ഇങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന്. എന്നെക്കൊണ്ട് പറ്റുകയല്ല, എന്നെ സഹായിച്ചാൽ ഞാൻ വരാം. അപ്പോൾ ആ കുരിശിനൊരു കൈ ഇങ്ങനെ നീണ്ടിങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നു. ആ നീല മേലങ്കി എന്നെ പതിയെ പൊതിഞ്ഞു, എന്നെ കെട്ടി അങ്ങ് പിടിച്ചു. അതുകൊണ്ട് ഞാൻ കണ്ണടച്ചിട്ടോ ഒന്നുമല്ല, പക്ഷെ എൻ്റെ കണ്ടുകൊണ്ട് തന്നെ കണ്ടു കെട്ടി അങ്ങ് പിടിച്ചു. എന്നിട്ട് 2 വഴികൾ കാണിച്ചു. ഒന്ന് വിശാലമായ വഴി, ഒന്ന് ഇടുങ്ങിയ വഴി. ഇതിനേക്കാൾ ഇച്ചിരി കൂടെ തടിയും തൻ്റെ കൂടെ ഒന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഇതിലേ പോരാണെന്ന് എനിക്ക് ഇഷ്ടമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിലേ വരാം, ഞാൻ ഇത്രയും നാൾ ഈ വഴി കൂടെ ഞാൻ സഞ്ചരിച്ചത്, പക്ഷേ ഇത് ഞാൻ ഉപേക്ഷിക്കാം. ഈ വഴിയിലൂടെ ഞാൻ കളയാം, ഈ ഇടുങ്ങിയ വഴിയിലൂടെ ഞാൻ കയറി വരാം. അങ്ങനെ കയ്യിൽ പിടിച്ചാൽ വിടരുതെന്ന് പറഞ്ഞു. പിടിച്ചാലേ വിടരുത്. അതിനോട് കെട്ടിപ്പിടിച്ചു. ഞാൻ എല്ലാവരും പറഞ്ഞാണ്ട് ഒരു 1.5-3 മണിക്കൂർ കടന്ന് ഞാൻ അതിൻ്റെ ചുവട്ടിൽ കടന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് കരഞ്ഞു നടന്നു. പറഞ്ഞിട്ട് എനിക്ക് ഫ്രീ ആയി. പിന്നെ ഞാൻ വീട്ടിൽ വന്നു വെച്ച് ഒന്നത്തെ കുറച്ച് ഒരാഴ്ച 2 ആഴ്ച ധ്യാനം എല്ലാം കഴിച്ച് കൂടിയാഴ്ച വന്നിട്ട് 2 ആഴ്ച വീണ്ടും പഴയ അവസ്ഥയ്ക്ക് പോകുന്നവരെ കണ്ടു. ഞാൻ എനിക്കിതിനകത്ത് നിലനിൽക്കുമോ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞാൻ 4 മാസത്തേക്ക്
ഒരു പരിപാടിക്ക് ശുശ്രൂഷിക്കൊന്നും പോയിട്ട് നമ്മൾ അവിടെ വീട്ടിൽ തന്നെ പ്രാർത്ഥനയും കാര്യങ്ങൾ പള്ളിയിൽ പോവുക, അത്യാവശ്യം പരിപാടി ചെയ്യുക, അങ്ങനെ ചെയ്തു. അങ്ങനെ വീണ്ടും ആനത്താളം ജോസേട്ടൻ്റെ കൂടെ അത് തന്നെ അവിടെ പൊടിമറ്റത്ത് കൺവെൻഷൻ സഹായിക്കാനും ധ്യാനത്തിന് കൂടെ 4 മാസങ്ങൾക്ക് ശേഷം അവിടെ എങ്ങനെയായി കൂടെ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അച്ഛനെക്കുറിച്ച് കേൾക്കുന്നത്. ജോർജ് കുറ്റിക്കൽ അച്ഛനെക്കുറിച്ചുള്ള വാക്കുകൾ. അച്ഛനിങ്ങനെ ആകാശപ്രഭ, അതായത് മാനസിക രോഗിയുടെ, അതായത് വഴിയോരങ്ങളിലൂടെ അറിഞ്ഞു നടക്കുന്ന മാനസിക രോഗികൾ, അതായത് വേശ്യാവൃത്തി ചെയ്തവൾ, അങ്ങനെ വാടക കൊലയാളികൾ, ഗുണ്ടായുസം ചെയ്ത് നടക്കുന്ന ഒരു അച്ഛൻ പൊടിവട്ടത്ത് പ്രസംഗിക്കാൻ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നി അച്ഛനെ ഒന്ന് കണ്ടുകളെ. പക്ഷേ അച്ഛനോട് എനിക്കൊരു പരിചയമൊന്നുമില്ല, അതൊന്നുമില്ല. അച്ഛനെ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ അന്വേഷിച്ചു അച്ഛൻ ഇവിടെ ഉണ്ട്. അപ്പോൾ MCVC എന്നാണ് അച്ഛൻ വരുന്നത്. അപ്പോൾ 10-8:30 അവിടെ ധ്യാനം ആരംഭിക്കുന്നത്. ഞാൻ 7 മണിയായപ്പോൾ പൊടിമറ്റം പള്ളിയുടെ വെയിറ്റ് ഷർട്ടുണ്ട്, എൻ്റെ ഒരു കോളേജിൻ്റെ വെയിറ്റ് ഷർട്ടുണ്ട്. ഞാൻ ആ വെയിറ്റ് ഷർട്ടിൻ്റെ അകത്ത് കയറി അച്ഛനെ പ്രതീക്ഷിച്ച് ഞാൻ അവിടെ ഇരിക്കുക. അച്ഛൻ കറക്റ്റ് 7:45 കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ അതേ പതിവ് നടന്നു വന്നു. എന്നെ അച്ഛൻ കാണുന്നില്ല. ഞാൻ അച്ഛൻ നോക്കി. അപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ വഴിയിലിരിക്കുന്നത് ജോർജ് ചേട്ടൻ എന്ന് പറഞ്ഞ എരുമേലിക്കാരൻ ഒരു പാർട്ടി, ജോർജിൻ്റെ ഒരു വിഷയാളാണ്. പുള്ളിയുടെ കാല് മുറിച്ച് ഇതിനെ വ്രണമായിട്ടിരിക്കുക. ഈ മനുഷ്യൻ്റെ അടുത്ത് വന്ന് അച്ഛൻ വന്നിരുന്നു. ആ കാല് ചുംബിച്ചു. പക്ഷെ ഇത് കണ്ടപ്പോൾ എൻ്റെ പള്ളി ഭയങ്കര ആഗ്രഹം തോന്നി. ഞാൻ അവിടെ തന്നെ ഇരുന്നു. പിന്നെ തിരിഞ്ഞ് നോക്കുക, എൻ്റെ മുഖത്തേക്ക് അച്ഛൻ നോക്കുന്നു. എന്നെ കൈയടിച്ച് വിളിച്ചു, എന്നെ എടുത്തോട്ട് വിളിച്ചു. ഞാൻ അടുത്തോട്ട് വന്നു. എന്നെ അച്ഛൻ കെട്ടിപ്പിടിച്ചു. എന്നെ അങ്ങോട്ട് ആളുകൂടെ കെട്ടിപ്പിടിച്ചു. 2 മുമ്പ് അതിന് മുഖത്ത് ചോദിച്ചു. പോക്കറ്റ് കയ്യിൽ 10 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മകനെ കൊണ്ട്, ഇത് ഈശോയാണ്, ഈ ഈശോയെ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കി കൊണ്ടുവരണം. അതുകൊണ്ട് അത് ജോസ് എന്ന് പറഞ്ഞൊരു സഹോദരൻ അങ്ങോട്ട് പെട്ടെന്ന് പുള്ളിയെ വിളിച്ചു. അങ്ങോട്ട് കേൾപ്പിച്ചു. ഞാൻ ഈ മനുഷ്യനെ കൊണ്ട് കോട്ടയത്ത് പോയി മെഡിക്കൽ കോളേജിൽ കൊണ്ട് ദൈവസ്ഥാനം നമുക്ക് അന്ന് തന്നെ കൊണ്ടുപോയി. അന്ന് ആ സെക്കൻഡ് തന്നെ കൊണ്ടുപോയി. അപ്പം ഉള്ളിൽ വേറെ കെട്ടി കൊണ്ടുപോകും. അന്ന് തന്നെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ ഒരു പ്രശ്നമില്ല. അത് പുള്ളി അഡ്മിറ്റ് ചെയ്യാൻ പ്രശ്നമില്ല. എന്തോ ആരോണ്ട് അവിടെ സഹായിക്കുന്നില്ല. ചെന്ന് കൊണ്ട് കാണിച്ചു, ഇതിന് മരുന്ന് കിട്ടിയാണ് അഡ്മിറ്റ് ചെയ്തു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പുള്ളിയുടെ കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ വെച്ച് മുറിച്ചാണ്. കാരണം പഴുപ്പ് കയറി പുള്ളിക്ക് നടക്കാൻ പറ്റും. ജോസഫേട്ടോട് ചോദിച്ചപ്പോൾ ജോസഫേട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ വീട്ടിൽ എരുമേലിയിൽ വീടുണ്ട്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഞാനും ജോസും കൂടെ അവിടെ ചെന്നു. അവരെ ചെന്ന് കണ്ടു. അവരുടെ കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ അവരെയും കൂട്ടി കൊണ്ടുവന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. പുള്ളി ജോസഫേട്ടൻ്റെ കാല് മുറിച്ചു. 2 ആഴ്ച മെഡിക്കൽ കോളേജ് ഞങ്ങൾ ജോസഫേട്ടനെ ഞാൻ ജോസഫ് മാറി തന്നു. അങ്ങനെ നിന്ന് അച്ഛൻ്റെ അടുത്തുകൊണ്ട് ഈ മനുഷ്യനെ കൊണ്ട് ഏൽപ്പിച്ചു. അപ്പോൾ എനിക്ക് പിള്ളേരുണ്ടാകുന്നില്ല. ഇവർക്ക് പിള്ളേരുണ്ട്. ഇവിടെ ഗർഭമാത്രം വളരുകയില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് പാലായിലൊരു ധ്യാനം, ആകാശപ്പുറയുടെ ധ്യാനം നടക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് അച്ഛൻ വിളിച്ചു, നീ അങ്ങോട്ട് വരണമെന്ന്, ആകാശപ്പുറയുടെ ധ്യാനത്തിനെ സംബന്ധിച്ച് അങ്ങോട്ട് വരണം, അവിടേക്ക് വരണം. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അച്ഛനെനിക്ക് ഒരു പാലായിലൊരു സ്ത്രീയെ, അതായത് 2 കാലുമില്ല, കൈയുമില്ല, കഥപ്പിച്ചുള്ളൂ. അപ്പോൾ എൻ്റെ ഏൽപ്പിച്ചത്, ഈ പുള്ളിക്കാരത്തെ നീ നോക്കണം, കാരണം കക്കൂസിൽ കൊണ്ട് ഇരുത്തി കൊടുത്താൽ മതി, ഒരു സ്ത്രീയെയും തെപ്പിച്ചത് എടുത്തോണ്ട് പോകണം, ധ്യാനങ്ങളി കൊണ്ടുവരണം, കൊണ്ട് കിടത്തണം. അപ്പോൾ ഞാൻ ഈ 4 ദിവസത്തെ ധ്യാനത്തിന് ഈ പുള്ളിക്കാരത്തെ ഭക്ഷണം കൊടുക്കാൻ ഞാൻ കൊണ്ടുപോകണം. പിന്നെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് കഴിച്ചു. ബാക്കിയുള്ള കാര്യം അവർ ചെയ്യും, കൊണ്ട് ചെയ്യും. 3-ാമത്തെ ദിവസം ഒരു തൊട്ടിയും കുഞ്ഞും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കണ്ടു, തൊട്ടിയും കുഞ്ഞും കണ്ടു. ഞാൻ പറഞ്ഞ അച്ഛനോട് വെച്ചാൽ ഒരു തൊട്ടിയും കുഞ്ഞിനെ കാണിക്കുന്നുണ്ട്, പെങ്കൊച്ചനെ ആർക്കൊണ്ട് കൊടുക്കുന്നുണ്ട്. അച്ഛൻ കുറച്ചാണ് കഴിഞ്ഞ് ചോദിച്ചു, അത് വേറെ ആൾക്ക് നിനക്ക് തന്നെ ഇടാമെന്ന് പറഞ്ഞു. അത് വേറെ ആൾക്ക് നിനക്ക് തന്നെ അതിരുന്നെന്ന് പറഞ്ഞു. അവർക്ക് ഡോക്ടർമാർ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ തന്നെ അബോഷനായിപ്പോവും. കാരണം ഗർഭപാത്രം വളരുകയില്ല. അത് നിനക്ക് തന്നെയാണെന്ന് പറഞ്ഞു. ആ മാസം തന്നെ ഇവള് ഗർഭിണിയായി. യാതൊരു കുഴപ്പമില്ലാതെ 6 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞു, പ്രസവിച്ചു. അന്നത്തേക്ക് രോഗശീലിക്ക് മൂർത്തിച്ചു. അപ്പോഴും ഈ 6 വർഷവും ഈ മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ബ്രദർ ഇതിനോട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോയി? ഞാൻ തന്നെ എൻ്റെ വീട്ട് മുഴുവൻ എനിക്ക് സപ്പോർട്ടാണ്. എൻ്റെ വീട് വയലൻ്റ് ആകുമായിരുന്നു. അപ്പോൾ എൻ്റെ വീട് മുഴുവൻ എനിക്ക് സപ്പോർട്ടാണ്. എൻ്റെ പെങ്ങന്മാരുണ്ടായിരുന്നു, അതിലേക്ക് ഫുൾ സപ്പോർട്ട് എനിക്ക് കിട്ടി. എനിക്ക് നോക്കേണ്ട പ്രശ്നമില്ല.
ഇപ്പം ഇവള് ഗർഭിണിയായി ഇവള് പിന്നെ കളയാൻ വേണ്ടി ഇവള് ഒത്തിരി ഓടിയിട്ടുണ്ട്. വീട്ടുകൾ ചാടും ബഹളമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം അമ്മച്ചി പറയുമ്പോൾ തുമ്മിയത്ത് മോനെ തെറിക്കുന്ന നോക്കുക, പഴയല്ലേ തുമ്മിയെ തെറിച്ച് പോകുന്ന നോക്കുകയാണെങ്കിൽ അങ്ങ് പോട്ടറാന്ന് പറഞ്ഞു. ദൈവം കാത്താൻ നമുക്ക് തരും എന്ന് പറഞ്ഞു. പങ്കെടുത്ത് ഒന്നും അതിലെ കാര്യങ്ങളെല്ലാം പക്ഷേ ആ സമയങ്ങളിൽ ഭയങ്കരമായിട്ട് അന്ന് നമ്മുടെ പിന്നെ കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് കാണിച്ചു. പറഞ്ഞു പ്രൈവറ്റ് കൊണ്ടുപോയിട്ടും എല്ലാവരും ബുദ്ധിമുട്ട് പറഞ്ഞു. ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് കാണിച്ചു. പിന്നെ രണ്ടാമത് പിന്നെ മെഡിക്കൽ ടെസ്റ്റിലേക്ക് കൊണ്ട് ഞാൻ അവിടെ ഒരു ഡോക്ടറെ കണ്ടുപോയി. പുള്ളിക്കാരൻ മെഡിക്കൽ ടെസ്റ്റിൽ അഡ്മിറ്റായി. എന്നാലും പുള്ളിക്കാരത്തി ഓടും ഇറങ്ങും. പിന്നെ വിലവായിട്ടൊക്കെ പിടിച്ച് അവിടെ കിടത്തിയതിന് പ്രസവിച്ചു. 3-ാം ദിവസം കണ്ട് പിന്നെ ഞാൻ പിന്നെ അവിടെ ഞാൻ പറഞ്ഞു അവരെ വീട്ടുകാരാ പറഞ്ഞു 3-ാം ദിവസം കൊച്ചെടുത്ത് ഞങ്ങൾ എറിയ കൊണ്ടിരുന്നു പറഞ്ഞു പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം ഞാൻ അമ്മച്ചിയും കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു കൊച്ചിനെ സാഹചര്യം മോശമായപ്പം ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു ഞങ്ങൾ കൊച്ചിനെ കൊണ്ടുപോകാം, അച്ഛനെ ഞങ്ങളെ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവള് മുലപ്പാൽ കൊടുക്കുകയാണ്. പക്ഷെ അവിടെ വെച്ച് മുലപ്പാൽ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. മുലപ്പാൽ കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വെച്ചുകൊണ്ടപ്പോഴത്തേക്ക് എൻ്റെ പെങ്ങള് രണ്ടാമത്തെ പെങ്ങളും പ്രസവിച്ച് അവളും വീട്ടിലുണ്ട്. അവിടെ മുലപ്പാൽ കുടിച്ച് എൻ്റെ കൊച്ചത്തെ വളർന്നു. അപ്പം അവിടെ ഇവർക്ക് മുലപ്പാൽ ഉണ്ട്, പക്ഷെ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവിടെ മുലപ്പാൽ കുടിച്ചാണ് ഈ കുഞ്ഞുങ്ങൾ വളർന്നത്. അപ്പം അതിന് ഈ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ദൈവം എൻ്റെ അത് ക്രമപ്പെടുത്തി. എൻ്റെ ഒരു പെങ്ങൾക്ക് കല്യാണമില്ലാതെ കല്യാണം നടത്തിയില്ല. കാരണം അവർക്ക് ആ ബാല്യമില്ല തകരാറ് വെച്ചു. അതുകൊണ്ട് അവിടെ കല്യാണം നടക്കുന്നില്ല. ഈ പിള്ളേരെ മൂത്ത മകളെയും രണ്ടാമത്തെ മകളെയും വളർത്തിയത് ഈ പെങ്ങളാണ്. 2 മക്കളെ വളർത്തിയത്. കാരണം മുലപ്പാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പോൾ കാര്യങ്ങളെല്ലാം നടത്തി. ഈ അവസ്ഥയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല സാഹചര്യങ്ങളും പല പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും എല്ലാ പ്രശ്നങ്ങളിലും എല്ലാം ഏറ്റവും സ്നേഹത്തോടെ ക്ഷമിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ. കാരണം എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തവനായിരുന്നു. ക്ഷമയുടെ ഒരു വിളിയാണ് എൻ്റെ ജീവിത പങ്കാളി എനിക്ക് തന്നേക്കപ്പെട്ടത്. കാരണം ക്ഷമിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നത്. അല്ല, സാധാരണഗതിയിൽ ഒരുവിധപ്പെട്ടവർക്ക് ആർക്കും തന്നെ ഇങ്ങനെ ഇത്രയും മാനസിക രോഗിയായ, അതായത് സ്വന്തം കുഞ്ഞിനെ 3 ദിവസമായ കുഞ്ഞിനെ എടുത്തെറിയത്തക്ക വിധത്തിൽ അത്രമാത്രം വയലൻ്റ് ആകുന്ന, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അങ്ങനെയുള്ള ഒരു ഭാര്യയെ ഉൾക്കൊള്ളാൻ എനിക്ക് തോന്നുന്നില്ല ഒരു 99% ചെറുപ്പക്കാർക്കും അത് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് അങ്ങയുടെ ജീവിതം വളരെ വ്യത്യസ്തമാകുന്നത്. എങ്ങനെയാണ് ശരിക്കും ഈ രോഗാവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ഈ ഭാര്യയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉള്ള ആ ശക്തി ലഭിച്ചത് എങ്ങനെ? ഒരു പരിശുദ്ധ കുർബാനയിൽ ഞാൻ എല്ലാ ദിവസവും ഇതിന് ശേഷം എല്ലാ ദിവസങ്ങളും ഒറ്റ കുർബാന കൊണ്ട് മുടങ്ങത്തില്ല. ഓരോ കുർബാനയിലും ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവമേ എനിക്ക് കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് തരണം. എത്രമാത്രം അവൾ ഇങ്ങോട്ട് പ്രതികരിക്കും അത്രമാത്രം കൂടുതൽ സ്നേഹിക്കുവാനും ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് കിട്ടിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഓരോ കുർബാനയിൽ ഞാൻ പറയും, കർത്താവ് കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് തരണം, എനിക്ക് വേറൊന്നും വേണ്ട. അപ്പം ആ അവസ്ഥയിൽ ഞാൻ മുന്നോട്ട് പോയി. ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് ഓരോ ദിവസം കടന്നു പോകുമ്പോഴും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. ഇവിടെ വളർത്തി ഒന്ന് അപ്പോൾ കുഞ്ഞിനെ വളർത്താൻ ഉണ്ടായത് വീട്ടിൽ ഒരു കുഞ്ഞുങ്ങളെ വളർത്തി. അത് കഴിഞ്ഞൊരു 5 വർഷം ശേഷം ഇവിടെ തന്നെ പറഞ്ഞു നമുക്കൊരു ആ ചെറുക്കം കൊച്ചുകൂടെ വേണം, ഒരാളൂടെ വേണം, അവർക്കൊരു കൂട്ട് വേണ്ട എന്ന് പറഞ്ഞു. ഇത് എൻ്റെ മനസ്സിൽ വീട്ടിൽ എല്ലാവർക്കും ഇച്ചിരി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. രസം നിർത്തണമെന്നൊക്കെ എന്ന് പറഞ്ഞായിരുന്നു. ആദ്യത്തെ കൊച്ചു വേണ്ട കൂടെ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞാൻ നിർബന്ധിച്ചു അത് വേണ്ട പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ കുറച്ച് ഒരു 6 വർഷം കഴിഞ്ഞ ശേഷം ഇവിടെ എന്നോട് പറഞ്ഞു ഒരു കൊച്ചുകൂടെ വേണം. നമുക്ക് പാർട്ടി അപ്പം ഞാൻ ചെയ്തിട്ടുള്ളൂ, ദൈവമേ ഇവിടെ ആഗ്രഹം ഇതാണ്, ഞങ്ങൾക്കൊരു ചക്കൻ കൊച്ചുകൂടെ വേണം. അത് കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞ് ഗർഭിണിയായി കഴിഞ്ഞ് ഇപ്പോൾ പിന്നും അതിനേക്കാളും സങ്കീർണമായ പ്രശ്നങ്ങൾ. കാരണം ഇവിടെ വീട്ടിലിരിക്കത്തില്ല, പേസോട്ടം ചാട്ടം വേള പരക്കാത്ത ചാടുന്നു, പിന്നെ കളയണമെന്നും പറഞ്ഞു. ഗർഭിണിയായി എന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. എല്ലാം ഉണ്ട്. അത്യാവശ്യം വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ അറിയാം. ഇത് പാരമ്പര്യമായിട്ട് വന്നൊരു രോഗാവസ്ഥയായിരുന്നു. അത് നമുക്കത് പാരമ്പര്യമായിട്ട് വന്നതാണോ നമുക്ക്, പക്ഷേ വിളിയുണ്ട്, ഇവിടെ അനിയത്തിക്കുണ്ട്, അമ്മയ്ക്കും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. പാരമ്പര്യമായിട്ട് വന്നതാണോ എന്ന് നമുക്കറിയാം. പക്ഷെ ഇതൊന്നും എനിക്കറിയാം. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക്, അതായത് ദൈവാനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവരാൻ ദൈവം തന്നപ്പെട്ട ഏറ്റവും വലിയൊരു മരുന്നായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ. അപ്പം ഞാൻ ഓരോ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് അവളുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ സുവിശേഷ പ്രസംഗത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അപ്പോൾ അച്ഛനോട് എനിക്ക് ഒരു ഉൾപ്രേരണ നമുക്ക് കിട്ടി. ഞാൻ എൻ്റെ ശുശ്രൂഷ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി, അതായത് ഇങ്ങനെ തകർന്നു പോകുന്ന ജീവിതങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത്. അതായത് എനിക്ക് ഏതെങ്കിലും അവസ്ഥയിൽ ഒരാളെ രക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പം അങ്ങനെ എൻ്റെ പല സാഹചര്യങ്ങളും ഞാൻ പലർക്കും ഞാൻ പറഞ്ഞു. 2-3 ജീവിതങ്ങളെ ഈ മാനസികാവസ്ഥയിൽ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റുന്ന 2-3 കുടുംബങ്ങളുണ്ട്. ഒരിക്കൽ ഒരു അച്ഛൻ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു വിട്ടു. അത് പറയുന്നില്ല, പക്ഷേ ഇന്ന സാഹചര്യം. അപ്പം പിള്ളേർ ഞാൻ എൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ പിള്ളേർ കാണിച്ചു കൊടുത്തു. ഇതിനെ ഉപേക്ഷിച്ചാൽ അങ്ങനെ പുള്ളിക്കാരന് ആദ്യം വന്ന് എല്ലാം ഏർപ്പാടെല്ലാം നടത്തിയത്. കോടതി കേസൊക്കെ ആയി, അരമന കോടതി വന്നു, കേസെല്ലാം വന്നു. ആ പയ്യൻ വളരെ തന്മയത്തോടുകൂടെ തന്നെ അത് സ്വീകരിച്ചിട്ട് അപ്പൻ്റെ അമ്മയുടെ എന്തും വാക്ക് കേൾക്കാതെ ആ കൊച്ചിനെ സ്വീകരിച്ച് ഇന്ന് നമുക്ക് 4 പിള്ളേരുണ്ട്. അവർക്ക് ഈ 4 പിള്ളേർക്കും യാതൊരു കുഴപ്പമില്ല. 4 പിള്ളേരും നല്ല രീതിയിൽ പഠിച്ച, എല്ലാവരും വിദേശ രാജ്യങ്ങളിൽ ജോലിയും ചെയ്യുന്നു. ഈ പയ്യൻ ഇവിടെ ഇപ്പോഴും നോക്കണം, നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ 2 വ്യക്തികളുണ്ട്. കാരണം എൻ്റെ ജീവിതം അവർ എന്നെ കണ്ട് പഠിച്ചത്. അപ്പം അങ്ങനെ എനിക്ക് പലരെയും അതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി. ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നു. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വിളി, അതാണ് നമ്മുടെ ഗലാത്യ ലേഖനത്തിനകത്ത് 1-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വളരെ ഒരു വാക്കുകൾ, അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അല്ലേ, ഒരു നിന്നെ കൃപയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ദൈവം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ കൃപയിൽ ഒരുക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടതാണ് എൻ്റെ ജീവിത പങ്കാളി. ഞാനത് മനസ്സിലാക്കി. ഞാൻ ആ എപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ആ വചനം വായിക്കും. എല്ലാ ദിവസവും ഞാൻ ആ വചനം എടുത്ത് വായിക്കും. പിന്നെ ഞാൻ ഓരോ ദിവസവും ചിന്തിക്കും എന്താണ് ഞാൻ ചെയ്യേണ്ടത്. എല്ലാ ദിവസവും ആത്മപരിശോധന ചെയ്യും. എന്ത് ചെയ്യണം, ഇന്നത്തെ കുറവുകൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറവുകളെല്ലാം ചോദിച്ച് ദൈവത്തിന് മുമ്പിൽ. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ദൈവാനുഭവത്തിലൂടെയാണ് എന്നെ കൊണ്ടുപോയത്. അങ്ങനെ വന്നു. അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയിലാക്കി കടന്നു വന്നു. ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വീണ്ടും ഞാൻ എൻ്റെ ആത്മീയ പിതാവായ സെബാസ്റ്റ്യൻ്റെ അടുത്ത് പ്രശ്നമുണ്ട്. അച്ഛനോട് പറഞ്ഞു, ഇപ്പം ഞാൻ ഇതിനെ ഉപേക്ഷിച്ചേക്കാം, ഇത് നടക്കില്ല. ഞാൻ അച്ഛൻ്റെ ഇടവകപ്പെട്ടവരെയാണ്. ഇത് അവർ ശരിയാകുന്നൊരു കേസ്. ഞാൻ അച്ഛൻ പോയി കൊണ്ടുപോകാൻ സംശയം ശരിയായ കേസല്ല, അത് പോയേക്കാം. ഒരു ആത്മീയ പിതാവിൽ നിന്ന് ഇത് കേട്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി. എൻ്റെ മനസ്സിൽ വിഷമം. അച്ഛൻ എന്താ പറഞ്ഞു? അച്ഛൻ ഉപേക്ഷിക്കാനാണ് പറഞ്ഞു. അച്ഛൻ തന്നെ പറഞ്ഞു. ഇനി വേണ്ടെന്ന് പറഞ്ഞു. ഇനി ഒരു പരീക്ഷണത്തിന് നിൽക്കണ്ട, ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവന് ഇറങ്ങിപ്പോന്നു. അച്ഛൻ മറുപടി ഒന്നും പറഞ്ഞില്ല. വീണ്ടും അച്ഛൻ കട്ടായിട്ട് പറഞ്ഞു. അച്ഛൻ്റെ ഇടവയാണ്. അച്ഛൻ്റെ വേണ്ട, ഇത് പരീക്ഷണത്തിന് നിൽക്കണ്ട, ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചിറങ്ങി വന്നു. പള്ളിയുടെ മുറ്റത്ത് വന്നു. എന്നോട് ഉപേക്ഷിക്കാൻ പറഞ്ഞു. എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഉപേക്ഷിച്ചോ. ഞാൻ ഓർക്കുന്ന ഇവിടെ ഉപേക്ഷിക്കാനാണ് വിചാരിക്കുന്നത്. നമ്മൾ വീണ്ടും പറഞ്ഞാൽ നീ ഉപേക്ഷിക്കുക. ഞാൻ എന്ത് ചെയ്യണം? പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു ആരോ പറയുന്ന പോലെ, നിൻ്റെ കാലക്കിടന്ന് ചെരുപ്പും എൻ്റെ കയ്യിലെ മോതിരവും വാച്ചും നീ ആഡംബരമായിട്ട് കണ്ടിരിക്കുന്നതല്ല, നീ ഇവക്ക് വേണ്ടി ത്യാഗമായിട്ട് വെച്ചേക്കാം. ഞാൻ പള്ളിയുടെ മുറ്റത്തേക്ക് ആ ചെരുപ്പ് ഊരി ഇട്ടു. ചെരുപ്പ് ഊരി ഉപേക്ഷിച്ചു. നേരെ അച്ഛൻ്റെ അടുത്ത് ഇരുന്നു. അച്ഛൻ ഞാൻ ഉപേക്ഷിച്ചു എന്ന് അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ പോലും 3-4 ദിവസം കഴിഞ്ഞ് അച്ഛനെ വീണ്ടും എന്നെ വിളിച്ചു. ഞാൻ അച്ഛൻ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു. പള്ളിയുടെ മുറ്റത്ത് കിടപ്പുണ്ട്, എൻ്റെ കാലക്കിടന്ന ചെരുപ്പാണ്, ഇവിടെ ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അവർക്ക് വേണ്ടി ജീവിതാവസാനം വരെ, അതായത് മരണം വരെ, മരിച്ച ഞങ്ങൾ പിരിയത്തുള്ള ഒരു തീരുമാനം എടുത്തു. ഇവിടെ വീണ്ടും എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് വലിയൊരു പ്രാർത്ഥന, എപ്പോഴും ഞാൻ മാതാവിന് പ്രാർത്ഥിക്കും. അത് ഏത് അവസ്ഥയിൽ പോയാലും. അങ്ങനെ വേളാങ്കണ്ണിക്ക് ഒരു നിയോഗം എടുത്ത് തന്നെ 25 വർഷം എല്ലാ വർഷവും 8 നോയമ്പിന് ഞാൻ പോകും. 8 നോയമ്പിന് പോയി ചിലപ്പോൾ അവിടെ ഒരാഴ്ച തങ്ങിച്ചൊക്കെ വരുള്ളൂ. അവിടെ പോയി കിടക്കുക. അങ്ങനെ ചെയ്തു. അവിടെ 25ാമത്തെ വിവാഹ വാർഷികത്തിനാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഇടയിൽ 2 പിള്ളേരുണ്ടായി. ഒന്ന് രണ്ടാമത്തെ ചെറുക്കം ഉണ്ടായപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ആരുമില്ല. അപ്പോൾ ശരിക്കും 25 വർഷത്തെ നിങ്ങളുടെ ജീവിതം ശരിക്കും ഒരു ഭാര്യാഭർത്ത് അല്ലല്ല ബന്ധത്തിലുള്ള ഒരു കുടുംബജീവിതം ആയിരുന്നില്ല. അല്ലല്ല.
ഒരു രോഗിയെ നമ്മൾ സമീപിക്കുന്നത് പോലെ തന്നെ ഉള്ള സമീപിക്കുക ആ ഒരു സമീപനം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ പോലും ഞങ്ങൾക്ക് ചില അസ്വസ്ഥതകളുണ്ടായിരുന്നു. കാരണം ശരിക്കും മാനസിക രോഗമുള്ള ഒരു സഹോദരിയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ, അതായത് പലപ്പോഴും വയലന്റ് ആയി തീരുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകും. ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ തന്നെ തിരിച്ചു വരുമോ? തന്നെ പോയിക്കൊണ്ടിരണം, വിളിച്ച് പറയും ഇന്നടത്തുണ്ടെന്ന് പറയും. അപ്പം നമ്മളവിടെ പോയിക്കൊണ്ടിരും. അങ്ങനെയുള്ള ഒരു ഭാര്യയെ ഇത്രയും വർഷവും തള്ളിക്കളയാതെ, ഉപേക്ഷിച്ച് കളയാതെ, അതായത് നമ്മുടെ ആത്മീയ പിതാക്കന്മാർ, വൈദികർ പോലും ഉപേക്ഷിച്ചോളാൻ പറഞ്ഞിട്ടും അത് വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിക്കാതെ അവളെ ചേർത്ത് പിടിച്ച് ഇന്നും ആ ജീവിതം മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ സാക്ഷ്യമാണ്. ഞാൻ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണെന്ന് ഈശോ പറഞ്ഞുവെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അനേക ജീവിതങ്ങൾക്ക് രുചി പകരുവാനായിട്ട്, അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി തീരാൻ, ദൈവരാജ്യത്തിൻ്റെ കാണപ്പെടുന്ന പ്രതീകങ്ങളായിട്ട് മാറുവാൻ കർത്താവ് ഈ കാലഘട്ടത്തിൽ ലാലിച്ചൻ ബ്രദറിനെ ഉപയോഗിക്കുക. അങ്ങയുടെ ജീവിതാനുഭവങ്ങളുടെ അടുത്ത ഘട്ടം നമുക്ക് പ്രേക്ഷകരുമായിട്ട് അടുത്ത എപ്പിസോഡിൽ പങ്കുവെക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമക്കളെ, നമുക്കറിയാം നമ്മുടെ ചുറ്റിലുമൊക്കെ വളരെ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ഡൈവേഴ്സായി പോകുന്ന ഒരുപാട് ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഈ അടുത്ത നാൾ കേട്ടു, ഒരു ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ, ഡിവോഴ്സ് ചെയ്യാനായിട്ടുള്ള കാരണം ഭാര്യയുടെ ഒരു ബാത്ത് ടവൽ ഭർത്താവ് എടുത്ത് ഉപയോഗിച്ചു. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെ ചൊല്ലി കലഹമായി. അത് ഡിവോഴ്സിലെത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. ഇത് നടന്ന സംഭവമാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇത്ര നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹിച്ച് ബന്ധങ്ങൾ പിരിയുന്ന ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ജീവിതാനുഭവം, ഭാര്യ മാനസിക രോഗിയാണെന്നറിഞ്ഞിട്ടും അവളെ ചേർത്ത് പിടിച്ച് ഇന്നും മുൻപോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു അനുഭവം അനേക കുടുംബജീവിതങ്ങളിൽ വെളിച്ചം പകരുവാനായിട്ട് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം.